കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ വൻമതിലിനരികെ കൂടി കണ്ണൂരിലേക്ക് പോകുമ്പോൾ എല്ലായ്പ്പോഴും മനസ്സു കലങ്ങാറുണ്ട്. കേരളത്തിലെ ജീവിക്കുന്ന ചരിത്ര സ്മാരകം മഹാത്മാഗാന്ധി ജനിച്ച കൊല്ലം തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലും പിറവികൊള്ളുന്നത്. 1869 ജയിലിന്റെ മുഖ്യ കവാടത്തിൽ ഒരു പീഠത്തിന്മേൽ ചിരിതൂകി മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമയുണ്ട്. കള്ളനോട്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ട മട്ടാഞ്ചേരിക്കാരനായ ഫ്രാൻസിസ് സേവ്യറുടെ കലാവിരുതിൽ വിരിഞ്ഞ പ്രതിമ 1961 മെയ് 7 അന്നത്തെ ആഭ്യന്തരമന്ത്രി പി.ടി. ചാക്കോ പ്രതിമ അനാച്ഛാദനം ചെയ്ത അതേ ദിവസം തന്നെ അതിന്റെ ശില്പി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മരിച്ചു. കണ്ണൂരിനും ചിറക്കലിനും ഇടയ്ക്ക് പള്ളിക്കുന്നിൽ, കൃത്യമായി പറഞ്ഞാൽ പുഴാതിയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. കണ്ണൂരിലും തലശ്ശേരിയിലും നിലവിലുണ്ടായിരുന്ന പ്രാദേശിക ജയിലുകൾക്ക് പകരം ബ്രിട്ടീഷുകാർ മലബാറിലെ തടവുകാരെ പാർപ്പിക്കാനാണ് ഈ കൂറ്റൻ കാരാഗൃഹം പണിതത്. തുടക്കത്തിൽ 1062 തടവുകാരെ പാർപ്പിക്കാനാവുന്ന ജയിൽ 1930ഓടെ 1700ഓളം തടവുകാരെ പാർപ്പിക്കാവുന്ന വിധത്തിൽ വിപുലപ്പെടുത്തി. ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചതോടെയാണ് ജയിൽ നിറഞ്ഞു തുടങ്ങിയത്. മലബാർ കലാപത്തിൽ പങ്കെടുത്തതിന് ഏറനാട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത നൂറുകണക്കിന് ആളുകളെ കണ്ണൂർ ജയിലിലടച്ചു. അനവധി പേരെ വിചാരണ കൂടാതെ കഴിവിലേറ്റി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെട്ടതിന്റെ ചരിത്രം തുടങ്ങുന്നതും കണ്ണൂർ ജയിലിന്റെ ഇരുട്ടുമുറികളിൽ നിന്നാണ്. 1930 സിവിൽ നിയമലംഘന സമരത്തിൽ പങ്കെടുത്തതിന് തടവിലായ പി. കൃഷ്ണപിള്ള, NC ശേഖർ, EMS തുടങ്ങിയ നേതാക്കൾ മീററ്റ് ഗൂഢാലോചന കേസിൽ ശിക്ഷിക്കപ്പെട്ട കമൽനാഥ് തിവാരി അടക്കമുള്ള വിപ്ലവകാരികളെ പരിചയപ്പെടുന്നത് ഈ ജയിലിൽ വെച്ചാണ്. കയ്യൂർ സമരത്തെ തുടർന്ന് 4 വിപ്ലവകാരികളെ 1943 മാർച്ച് 29 തൂക്കിലേറ്റിയതോടെയാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ലോകശ്രദ്ധ നേടുന്നത്. പ്രായം തികയാത്തതിനാൽ തൂക്കുമരത്തിൽ നിന്ന് മോചിതനായ ചൂരിക്കാടൻ കൃഷ്ണൻ നായരെ ജയിൽ അധികൃതർ ആദരിച്ച വേളയിൽ ഈ യാത്രികൻ സെൻട്രൽ ജയിലിനകത്ത് ചെന്നിരുന്നു. കയ്യൂർ വിപ്ലവകാരികളെ പാർപ്പിച്ച സെല്ലുകൾ അദ്ദേഹം കാണിച്ചു തന്നിരുന്നു. നിരവധി ദേശാഭിമാനികളെയും കുറ്റവാളികളെയും കഴുമരത്തിലേറ്റിയ കണ്ണൂർ സെൻട്രൽ ജയിലിൽ 1918 മുതൽ 756 പേരെ തൂക്കിലേറ്റി എന്നാണ് കണക്ക്. സ്വാതന്ത്ര്യാനന്തരം 42 പേരെയും. ഏറ്റവും ഒടുവിൽ തൂക്കിക്കൊല നടന്നത് 1991 ഏപ്രിൽ 6 നാടിനെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയത് അന്നാണ്.